നമുക്ക് കണ്ടു. കഴിഞ്ഞ ദിവസം പാലക്കാട് നടന്ന തിരഞ്ഞെടുപ്പ്, ഉപതെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടു. അത് അവിടെ കെട്ടിവെക്കപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പാണ് എന്ന് നമ്മൾ കണ്ടു. ഷാഫി പറമ്പിൽ MLA അവിടെ ജയിച്ചു പോയി. പക്ഷെ അയാൾക്ക് ദുരാഗ്രഹം മൂത്തത് കൊണ്ടോ എന്തോ, കോൺഗ്രസ് പാർട്ടിയിൽ ഇനി വേറെ സ്ഥാനാർത്ഥികൾ ഇല്ലാത്തത് കൊണ്ടോ എന്തോ അയാളെ വടകരയിലേക്ക് മാറ്റുന്നു, ലോക്സഭയിലേക്ക് അയാൾ മത്സരിക്കുന്നു, അയാൾ MP ആവുന്നു. പക്ഷെ പാലക്കാടുകാർ ആരായി മാറി? അനാഥരായി മാറുന്നു. കോടിക്കണക്കിന് രൂപ ചിലവിട്ടുകൊണ്ട് ഈ രാജ്യം നടത്തുന്ന തിരഞ്ഞെടുപ്പുകൾ, ആ തിരഞ്ഞെടുപ്പിൽ ആദ്യം MLA ആവുന്നു, പിന്നെ അവൻ MP ആവുന്നു, അപ്പൊ MLA പട്ടം ഉപേക്ഷിക്കുന്നു. അപ്പൊ നമ്മളൊക്കെ ആരായി മാറി? അവനെ വോട്ട് കുത്തി ജയിപ്പിച്ച നമ്മൾ, നികുതി അടയ്ക്കുന്ന നമ്മളൊക്കെ ആരായി മാറി? നമ്മളൊക്കെ വെറും അശുക്കളായി മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്തരത്തിൽ നമ്മുടെ തലയിലേക്ക് കെട്ടിവെക്കപ്പെട്ട ഇലക്ഷനുകൾ നമ്മൾ കണ്ടു. പാലക്കാട് നടന്ന വാശിയേറിയ പോരാട്ടം ഒരർത്ഥത്തിൽ BJPക്ക് അത് ഗുണമേ ചെയ്യൂ എന്നത് മറ്റൊരർത്ഥത്തിൽ നമ്മൾ കണ്ടു. സന്ദീപ് വാര്യർ എന്ന് പറയുന്ന വർഗവഞ്ചകന്റെ യഥാർത്ഥ മുഖം നമ്മൾ കണ്ടു. സരിൻ എന്ന് പറയുന്ന മറ്റൊരു തന്റെ മുഖം ഈ പറയുന്ന കോൺഗ്രസ്സുകാരും കണ്ടു. ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരിൽ തന്നെ ഒരാൾ ദേശാഭിമാനിയിലേക്കും ഈ കൈരളി ചാനലിലേക്കും ഒക്കെ വിളിച്ച ഒരു ഫോൺ സംഭാഷണം ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. ആ ഫോൺ സംഭാഷണമാണ് ഞാൻ പറഞ്ഞതിൽ വലിയ കോമഡിയാണ്. കേട്ടു നോക്കാം നമ്മൾക്കത്. ഇത് നമ്മുടെ കൈരളിയല്ലേ TV ചാനൽ? ഞാൻ വിളിച്ചതേ നമ്മുടെ പാലക്കാട് ഇലക്ഷൻ ഉണ്ടല്ലോ, അതില് നമ്മുടെ ന്യൂസിൽ എപ്പോഴും സരിൻ എന്നത് ഹൈലൈറ്റ് ചെയ്യേണ്ട കൂടുതൽ. കാരണം നമുക്ക് വേറെ എന്തെല്ലാം പറയാനുണ്ട്. നമ്മുടെ ഭരണ നേട്ടങ്ങള്, പെൻഷൻ, അങ്ങനെയുള്ള പിണറായി മുഖ്യമന്ത്രിയെ കുറിച്ച് പറയാനുണ്ട്, മുഖ്യമന്ത്രിയുടെ പ്രവർത്തനത്തെ കുറിച്ചൊക്കെ നമുക്ക് ഒരുപാട് പറയാനുണ്ട്. അയ്യോ, ഇയാള് ഈ പറയുന്നത് തന്നെ കോമഡിയാണ്. നമുക്കറിയാം പിണറായി വിജയന്റെ ഭരണ നേട്ടങ്ങൾ, പെൻഷനെ കുറിച്ച് എന്താ പറയാനുള്ളത്, ഇവിടുത്തെ വികസന നേട്ടങ്ങൾ എന്താണ് കുറിച്ച് പറയാനുള്ളത്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നരേന്ദ്രമോദിജിക്ക് പ്രചാരണം അങ്ങോട്ട് കേന്ദ്രത്തിലേക്ക് പോകും, അത് BJPക്ക് അനുകൂലമാവും എന്നുള്ളത് കൊണ്ട് ഈ വിളിച്ച അന്തം കമ്മിക്കും ഈ പൊട്ടനും അറിയില്ല ഇവിടെ പിണറായി വിജയൻ അടിമയാണ്, അടിമക്കമ്മിയാണ്. അടിമക്കമ്മികൾക്ക് തന്നെ തലയിലൊന്നും ഉണ്ടാവില്ലല്ലോ, ആകെ ഉള്ളത് AKG സെന്ററിന് അയച്ചു കൊടുക്കുന്ന ക്യാപ്സൂൾ ആണല്ലോ. എന്തായാലും ബാക്കി പൊട്ടത്തരങ്ങളാണെങ്കിലും കോമഡിയാണ്. കേട്ട് നോക്കാം. സരിനെ എന്തിനാണ് ഇത്രയും പ്രൊമോട്ട് ചെയ്യുന്നത്? സരിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാകുന്നത്. പ്രൊമോട്ട് ചെയ്ത് വോട്ട് ചെയ്യിക്കുമ്പോൾ നിഷ്പക്ഷമായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് അത് ഇത്ര സുഖിക്കുന്നതായിട്ട് തോന്നുന്നില്ല. കാരണം സരിൻ കാലുമാറി വന്നവനാണ്. ഉറങ്ങാൻ പോയപ്പോ കോൺഗ്രസ്സുകാരനായിട്ട് പോയി, രാവിലെ ഉറങ്ങുമ്പോ കമ്മ്യൂണിസ്റ്റുകാരനായതാണ്. അതുകൊണ്ട് സരിനെ പ്രൊമോട്ട് ചെയ്യേണ്ട, നമ്മുടെ ഭരണത്തെ നിങ്ങൾ എപ്പോഴും നോക്കിയാലും ചാനലിൽ നോക്കിയാലും കുറച്ച് വലിയ സഹാക്കൾ വന്ന് സരിൻ ആരുമല്ല, പാർട്ടിയാണ് വലുത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പിന്നിലല്ലേ ജനങ്ങൾ അണിനിരക്കുന്നത്, അല്ല സരിന് പിന്നിലാണ്. സരിൻ വരുന്നതിന് മുമ്പേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലായിരുന്നു. നമ്മളൊക്കെ കമ്മ്യൂണിസ്റ്റ് ആയ എങ്ങനെയാണ്? ഈ സരിൻ വന്നിട്ടാണ്. എപ്പോഴും നോക്കിയാൽ ഈ ചാനലിൽ നിങ്ങൾ നമ്മളല്ലേ ജനങ്ങളെ ഫേസ് ചെയ്യുന്നത്. സരിൻ എന്ന് പറയുന്നത് എന്തിനാണ്? അയാൾ വാതിറുന്ന വെറും പൊട്ടത്തരം മാത്രമാണ് പറയുന്നത്. അത് കേൾക്കേണ്ട ഗതികേട് നമ്മളെ പോലുള്ള സഹാക്കൾക്കാണ് ഉണ്ടാകുന്നത്. അത് നിങ്ങൾ തിരിച്ചറിയരുത്. നിങ്ങൾ കുറച്ച് ഒരു ചാനലിൽ ഇരുന്നാലേ വലിയ നേതാക്കന്മാർ വന്ന് സരിൻ വന്നിട്ടാണ് കമ്മ്യൂണിസം ഉണ്ടായത്. അതാണ് കമ്മ്യൂണിസ്റ്റ്. നമുക്ക് എന്തെല്ലാം കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അവിടെ ഉണ്ടായിരുന്നു മത്സരിക്കാൻ പറ്റിയ, അതെല്ലാം ഒഴിവാക്കി ഇതുപോലെ ഒരു ശരിക്കും പറഞ്ഞൊരു മരപ്പൊട്ടൻ വാ തുറന്ന വിട്ടിത്വം മാത്രം പറയും. ആ വിട്ടിത്വത്തിനെ കവർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ നേതാക്കന്മാർ പിന്നെ പിറകെ കിടന്ന് പാടുപെടുന്നത്. അതാണ് ഈ സരിനെ പിന്നെ ഉടനെ കമ്പയർ ചെയ്യുന്ന സന്ദീപ് വാര്യർ പോയത്. അതുമായിട്ട് അങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത്. സന്ദീപ് വാര്യർ ഒരു വർഷമായിട്ട് ആ പാർട്ടിയിൽ മൗനമായിട്ട് ഇരുന്നിട്ടാണ് പോയത്. അതുപോലെയാണ് സരിൻ. അയാൾ ഒറ്റ രാത്രി കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരനായതാണ്. അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ്, നമ്മൾ പഠിച്ച കമ്മ്യൂണിസ്റ്റ്. എന്നിട്ട് നിങ്ങളുടെ ഒരു ചാനലും തുറന്നു വെച്ചിട്ട് ചാനലിൽ ഇങ്ങനെയുള്ള ഈ വ്യക്തിത്വങ്ങൾ ഉണ്ടല്ലോ. നിഷ്പക്ഷമായ വോട്ടാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. നമ്മളെ ആളുകൾ ഫേസ് ചെയ്യുമ്പോൾ ആളുകൾ ചോദിക്കുന്ന അതാണ്, ഇതാണ് കമ്മ്യൂണിസം. കുറച്ച് നേതാക്കന്മാർ വന്ന് ഇങ്ങനെ ഈ ആർഷോ പിന്നെ റഹീം ഇവരൊക്കെയാണ് നമ്മുടെ ഈ പാർട്ടി ഇല്ലാതാക്കുന്നത്. തുറന്ന പൊട്ടത്തരം മാത്രം. എല്ലാവരും അടിമകളെ പോലെ ജീവിക്കണം എന്നുള്ളതാണ്. സാധാരണ ജനങ്ങളെ വോട്ട് നമുക്ക് കിട്ടിയാലല്ലേ പാർട്ടി രക്ഷപ്പെടും. അത് ചെയ്യില്ല. ഏതെങ്കിലും ഇതുപോലെയുള്ള വിഴുപ്പ് പാണ്ഡത്തെ കൊണ്ടുവന്ന് നമ്മുടെ തലയിൽ വെച്ചിട്ട് പ്രവർത്തകരെല്ലാം അടിമകളായിട്ടാണ് ജീവിക്കുന്നത്. നിങ്ങളൊരു ചാനൽ വഴി ഇങ്ങനെ കുറച്ച് സത്യങ്ങളും അർത്ഥസത്യങ്ങളോട് ചേർത്ത് ഇങ്ങനെ വിട്ടികളാക്കും. അത് കേട്ട് കുറച്ച് കമ്മ്യൂണിസ്റ്റുകാർ അടിമകളായിട്ട് ജീവിക്കും. എന്ന് എല്ലാവർക്കും അങ്ങനെ ജീവിക്കാൻ പറ്റുമോ? ജനങ്ങൾ അങ്ങനെയാണ്, അടിമകളാണ്. നമ്മുടെ പാർട്ടിയിൽ അടിമകളാണ് ജനങ്ങൾ. അടിമകളായിരുന്നു നമ്മൾ പാർലമെന്റ് ഇലക്ഷൻ തോക്കുവരുന്ന അവിടെ ഇല്ലല്ലേ? അതുകൂടെ തിരിച്ചറിയണം. അപ്പൊ ചാനൽ വഴിയെങ്കിലും മാന്യമായിട്ട് ഈ സരിനല്ല, സരിനൊരു കുഴപ്പമില്ല, കമ്മ്യൂണിസമാണ് വലുത്, പാർട്ടിയാണോ പ്രൊജക്ട് ചെയ്യേണ്ട. ഇതായിരുന്നു പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മന്ദബുദ്ധി, ഒരു നഴ്സറി കുട്ടികളുടെ നിലവാരം പോലും ഇല്ലാത്തവനാണ്. വാ തുറന്നാൽ നിങ്ങൾക്ക് തന്നെ അറിയാം. പക്ഷെ തിരിച്ച് നമ്മുടെ ഒരു സ്ഥാനാർത്ഥി നിർത്തിയിരുന്നെങ്കിൽ പാർട്ടിയുടെ LDFന്റെ നിർത്തിയിരുന്നെ തോറ്റാലും ഒരു അന്തസ്സം ഉണ്ടായിരുന്നു. ആ പാർട്ടിയുടെ ഇമേജാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ഒരു മരപ്പൊട്ടൻ, സത്യം പറഞ്ഞാൽ മരപ്പൊട്ടൻ. നമുക്ക് തന്നെ നമ്മുടെ അണികൾക്ക് പോലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കുറച്ച് നേതാക്കന്മാര് മന്ത്രി രാജേഷും അത് ഇപ്പൊ കാല് മാറിപ്പോയി.
നമ്മുടെ ബാലസഖാവല്ലേ പറഞ്ഞ അവൻ വളരെ നല്ലതാണ്, ക്രിസ്റ്റലാണ്, ഗോൾഡ് ആണെന്നൊക്കെ പറഞ്ഞു കിടന്നിട്ട് അവൻ കാലുമാറി കോൺഗ്രസിൽ പോയപ്പോ അവൻ അങ്ങനത്തെ ഇങ്ങനത്തെ. ഇതെല്ലാം ജനം കേൾക്കുന്നില്ല, ഇതെല്ലാം നമ്മളല്ലേ ഫേസ് ചെയ്തത്, നമ്മുടെ പോലുള്ള പ്രവർത്തകരല്ലേ ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത്. ഇത് വല്ലോ ഈ ചാനലിൽ ഇരിക്കുന്നവന്മാരോ ഈ നേതാക്കന്മാരോ അറിയുന്നുണ്ട്? അതൊന്നുമില്ല. കമ്മ്യൂണിസത്തെയാണ് വളർത്തേണ്ടത്, പാർട്ടിയാണ് വളർത്തേണ്ടത്. അതുപോലെ അല്ലാതെ ഇതുപോലെ വരുന്ന വിഴുപ്പ് വാണ്ടം തരിനല്ല. അത് നിങ്ങൾ അതുകൂടെ മനസ്സിലാക്കും. നമ്മുടെ ചാനൽ ചെയ്യുന്ന പരിപാടി ഇതാണ്, പണിയാണ്. നമ്മുടെ പാർട്ടിക്ക് പണി തരെയാണ് നിങ്ങളൊക്കെ ചെയ്യുന്നത്. നിങ്ങൾ നോക്കി ഏതെങ്കിലും ചാനൽ, ന്യൂസ് ചാനലില് നമ്മുടെ പാർട്ടിക്ക് വേണ്ടി വാദിക്കാൻ ആരാ പോകുന്ന കുറച്ച് കൂലി തൊഴിലാളികൾ, ഒരു റെജി ലൂക്കോസ്, ഒരു പ്രിജി, നമ്മുടെ പാർട്ടിയുടെ നേതാക്കന്മാർക്ക് പോലും പോകാൻ പറ്റുന്നില്ല. കാരണം ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള മറ്റേ ഭാഗം നോക്കിയാണ് കോൺഗ്രസിന് നല്ല ചെറുപ്പക്കാര് വന്നിരുന്ന് കട്ടയ്ക്ക് നമ്മളെ തേച്ചൊക്കെ ഒട്ടിക്കുകയാണ്. അത്രയും ഗതികേട് കൊണ്ട് പറയുന്നതാണ്. നമ്മളെ പോലുള്ള സാധാരണ പ്രവർത്തന വികാരമാണ് ഈ പറയുന്നത്. അതുകൊണ്ട് ദേവി എന്ന് നിങ്ങൾ ചാനലിനടയിൽ കാണിക്കുന്നുണ്ട്. സാരിനാ അവിടെ കമ്മ്യൂണിസം കൊണ്ടുവന്ന കേരളത്തിൽ. അതൊക്കെ മനസ്സിലാക്കണം. നമ്മുടെ ഭരണത്തിന്റെ നേട്ടങ്ങളാണ് നിങ്ങൾ പറയേണ്ടത്. ഒരു ചാനൽ തുറന്നു വെച്ചിട്ട് ഇങ്ങനെ സാരിൻ ശരിക്കും പറഞ്ഞൊരു മരപ്പെട്ടന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ ഒരു ഗതികേടിലെത്തി. ഓക്കെ, ഇത് ആരെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ മനസ്സിലുള്ള വികാരം തന്നെ. ഇതുപോലെ പറയുന്ന ഒരുപാട് പേരുണ്ട്. അത് ഇലക്ഷൻ കഴിയുമ്പോ അറിയാം. ഈ സാരിന് വേണ്ടി ഇങ്ങനെ ഊതിപ്പെരിക്ക് നടന്ന് കമ്മ്യൂണിസമാണ് പാലക്കാട്ട് ഇല്ലാതായത്. കുറച്ച് നേതാക്കന്മാർ, അത് ഈ റഹീമിനെ പോലുള്ള പൊട്ടന്മാരും ആർഷവും അവനെയൊക്കെ പിടിച്ചങ്ങ് സെന്ററിൽ തിരുവനന്തപുരത്ത് കൊണ്ടിട്ട് വന്ന് പാർട്ടി ഇല്ലാതാക്കാൻ വേണ്ടി. ഓക്കെ, ഇതിൽ പരം എന്താണ് നമ്മൾ വേറെ പറയേണ്ടത്? ആർഷോയുണ്ട്, റഹീമുണ്ട്, സരിനുണ്ട്, എല്ലാവരെയും ശുദ്ധ പൊട്ടന്മാരാണെന്നുള്ളത് സഖാക്കന്മാർ. അടിമകളാണെങ്കിലും അന്തംഗമ്മികളാണെങ്കിലും തിരിച്ചറിഞ്ഞു തുടങ്ങി എന്നുള്ളതാണ്. ഇവിടെ തന്നെയാണ് BJP-യുടെ വിജയം വരുന്നത്. കാരണം നമ്മളൊക്കെ എത്രയോ മണിക്കൂറുകൾ, എത്രയോ സമയം എടുത്തുകൊണ്ട് നമ്മുടെ ജീവനും ജീവിതവും തന്നെ തുലയ്ക്കുന്ന രീതിയിൽ തന്നെ ഭീഷണികളും മറ്റും ഉണ്ടായിക്കൊണ്ട് തന്നെ നമ്മളൊക്കെ പടവരുന്നത് ഇതിനു വേണ്ടി തന്നെയാണ്. കുറച്ച് ആളുകളുടെ തലയിലെങ്കിലും ഇത്തിരി വെട്ടമുദിക്കട്ടെ എന്നത് മാത്രമേ നമ്മുടെയൊക്കെ വിജയമായിട്ട് നമ്മൾക്ക് ആഘോഷിക്കാനുള്ളൂ. അത്തരത്തിൽ ഹൈന്ദവരായിട്ടുള്ള, ക്രൈസ്തവരായിട്ടുള്ള സഖാക്കന്മാർക്കും കോൺഗ്രസ്സുകാർക്കും ഒക്കെ വെട്ടമുദിക്കട്ടെ. ഇയാൾ തന്നെ പറയുന്നുണ്ട്, സന്ദീപ് വാര്യരെ കുറിച്ചും പറയുന്നുണ്ട്, സരിനെ കുറിച്ചും പറയുന്നുണ്ട്. എന്തായാലും സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ഫാക്ട് BJP-യെ കുറിച്ച് അത് ബാധിക്കുന്നേ ഇല്ല എന്നുള്ളതും, അത് BJP-ക്ക് നേട്ടമാണ് ഉണ്ടാക്കിയത് എന്നുള്ളതും ഇനി നാളെ കൂടി കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. അത് തന്നെയാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നതും ആഘോഷിക്കാനിരിക്കുന്നതും. അത്തരത്തിൽ ഇനിയും വലിയ വലിയ നേട്ടങ്ങളിലേക്ക് BJP കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരു ഹിന്ദു ക്രിസ്ത്യൻ ഭൂരിപക്ഷം, ആ ഒരു ഭൂരിപക്ഷ ജനതയായാലും ന്യൂനപക്ഷ ജനതയായാലും ആ ഒരു ഏകീകരണം ഇവിടെ നടന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു ജിഹാദികൾക്കും ഈ കേരളത്തിൽ ഒന്നും ചെയ്യാനാവില്ല. ആ രീതിയിൽ തന്നെ BJP വളർന്നിട്ടുണ്ട്. അതിന്റെ കണക്ക് സഹിതം നമ്മൾ കഴിഞ്ഞ മണിക്കൂറിൽ നടത്തിയ ജയസൂര്യൻ സാറുമായി നടത്തിയ ചർച്ചയിൽ കൃത്യമായിട്ടും പറയുന്നുണ്ട്. 19 സീറ്റിൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 19 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP 1-ാം സ്ഥാനത്തായിരുന്നു. 39 മണ്ഡലങ്ങളിൽ BJP 2-ാം സ്ഥാനത്തായിരുന്നു. അത്തരത്തിൽ 140-ൽ അപ്പോൾ നമ്മൾക്ക് 49 എണ്ണം നമ്മുടെ കയ്യിൽ ഇപ്പോൾ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഏകദേശം ഏകീകരിച്ചാൽ തന്നെ, ഇനി വേണ്ട ക്രിസ്ത്യൻസിന്റെ ഒരു ഏകീകരണം തന്നെ BJP-യോട് ചേർന്ന് വന്നു കഴിഞ്ഞാൽ ബാക്കി ഹിന്ദു വോട്ടുകളും ചേർന്നാൽ തന്നെ സുരേന്ദ്രൻജി കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് പറഞ്ഞ പോലെ നമ്മൾക്ക് കേരളം ഭരിക്കുക എന്നുള്ളത് വലിയ അപ്രാപ്യമായിട്ടുള്ള കാര്യമൊന്നുമല്ല. ആ ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് നമ്മൾ എല്ലാവരും നടന്നെടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഇവിടുത്തെ പിണറായി വിജയന്റെ ആയാലും ഇവിടുത്തെ പ്രതിപക്ഷ നേതാവായുള്ള VD സതീശനായാലും ഇവരൊക്കെ കാട്ടിക്കൂട്ടുന്ന ഇസ്ലാമിക പ്രീണനം അത് വരും നാളുകളിൽ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കണ്ണു തുറപ്പിക്കുക തന്നെ ചെയ്യും. ആ തുറപ്പിക്കലിന്റെ ആദ്യത്തെ ടെസ്റ്റ് ഡോസ്, അത് വലിയ ദുരന്ത ഡോസ് തന്നെയാണ് മറ്റന്നാൾ വരുന്ന ഈ പാലക്കാട് ബൈ ഇലക്ഷൻ റിസൾട്ട് എന്നുള്ളത്. അക്ഷരം തെറ്റാതെ അഭിമാനത്തോടു കൂടി തന്നെ നമ്മൾക്കിവിടെ പറയാനാവും. അത് ഈ നാടിന്റെ ധർമ്മം രക്ഷിക്കാൻ വേണ്ടി, ധർമ്മരക്ഷയ്ക്കായി തന്നെ ഈ പാലക്കാട് നമ്മൾ വിജയിക്കുമെന്നുള്ളത് 100% ഉറപ്പാണ്. അത് എഴുതി വെച്ചുകൊള്ളൂ, ആഘോഷിക്കാൻ തയ്യാറായിക്കൊള്ളൂ എന്ന് മാത്രമേ ഈ സന്ധ്യാ നേരത്ത് പറഞ്ഞുള്ളൂ. എന്തായാലും ഒരു സീരിയസ് വിഷയം വത്സൻ തില്ലങ്കേരി സാർ പറഞ്ഞ ഈ നാർക്കോട്ടിക് ജിഹാദ് എന്ന് പാലാ ബിഷപ്പ് പറഞ്ഞ ആ വിഷയത്തിന്റെ ഒരു സീരിയസ്നെസ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ വരുന്ന തലമുറ മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മുടെ മക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വരുന്ന ഭാവിയുടെ നമ്മുടെ ഭാരതത്തിന്റെ തലമുറ ഈ മയക്കുമരുന്നും അടിച്ചുകൊണ്ട് കിറങ്ങി നടക്കുന്ന ഒന്നിനും കൊള്ളാത്ത ആളുകളായി മാറുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയും അഖണ്ഡതയും തന്നെയാണ് നശിക്കുക, സംസ്കാരം തന്നെയാണ് നശിക്കുക എന്നത് ഓരോ രക്ഷിതാക്കളും ബോധവാന്മാരാവേണ്ടത് തന്നെയാണ്.
തന്നെയാണ്. കാരണം ഇത് വിൽക്കുന്നത് ഒരു പ്രത്യേക വിഭാഗവും വാങ്ങുന്നത് ഇവിടുത്തെ ഹിന്ദു ക്രിസ്ത്യൻ തലമുറയും ആവുമ്പോൾ അതിലെ ആ വലിയ ഭീകര ജിഹാദ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ആ സീരിയസ് വിഷയവും ഈ സഖാവ് വിളിച്ച ഈ ഒരു കോമഡി വിഷയവും തന്നെയാണ് മാന്യ പ്രേക്ഷകർക്ക് മുൻപിലേക്ക് വെക്കാനുള്ളത്. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.